بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. സൂറത്ത് അശ്ശുഅറ 109 മുതൽ 116 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങൾ സൂചിപ്പിക്കാം. وما أسألكم عليه من أجر ഈ ഭാഗത്തിൽ ഇൽഹാർ, ഷഫവി, ഇൽഹാർ, ഹൽക്കി ഇവയൊക്കെ വരുന്നുണ്ട്. വമാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കണം. അലിഫിന് ശേഷം അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ ഹംസ വന്നതാണ് ഈ ദീർഘമുണ്ടാകാൻ കാരണം. മുൻഫസിൽ എന്നാൽ വേർപിരിഞ്ഞത് എന്നർത്ഥം. വമാ അസ്അലുക്കും അലൈഹി, അസ്അലുക്കും എന്നതിലെ സാക്കിനത്ത് മീമും ശേഷം ഐനുമാണ്. ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ മീമിനെ വെളിവാക്കണം. അലൈഹി മിൻ അജ്ർ, മിൻ എന്നതിൽ സാക്കിനത്ത് നൂനും ശേഷം ഹംസയുമാണ്. ഇവിടെ ഇൽഹാർ ഹൽക്കി നൽകി സാക്കിനത്ത് നൂനിനെ വെളിവാക്കി മണിക്കാതെ ഉച്ചരിക്കണം. മിൻ അജ്ർ, അജ്ർ. ഇവിടെ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. റായിൽ വഖഫ് ചെയ്യുന്നു. വഖഫിന് വേണ്ടി റായിന് സുക്കൂൻ വരുന്നു. അതുകൊണ്ട് തന്നെ റായിനെ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ചേർത്തോതുകയാണെങ്കിൽ റായിന് തർക്കീഖാണ് വരിക, കാരണം കസ്റായിരിക്കുമല്ലോ. ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. വീണ്ടും അജ്രിയ എന്ന പദം ആവർത്തിക്കുന്നു. അതിനു മുമ്പ് സാക്കിനത്ത് നൂനും ശേഷം ഹംസയും. ഇൻ അജ്രിയ, ഇൽഹാർ ഹൽക്കി നൽകി നൂനിനെ വെളിവാക്കണം, മണിക്കാതെ ഉച്ചരിക്കണം. അജ്രി എന്ന പദത്തിൽ സാക്കിനത്തായ ജീം ഖൽഖല സുഗ്റ നൽകി ജീമിനെ ഹറക്കത്ത് പോലെ അതിൻ്റെ സുക്കൂൻ ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. അജ്രിയ ഇല്ല, ഇവിടെ യഥാർത്ഥത്തിൽ അസ്ലിൽ അജ്രി ഇല്ല എന്നാണ്. അങ്ങനെ തന്നെ പാരായണം ചെയ്യുന്ന ഖുറാകളുണ്ട്. ഖിറാത്തുകൾ മുതവാത്തിറാത്തായി വന്ന ഖിറാത്തുകളിൽ ഇൻ അജ്രി ഇല്ല എന്ന് പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഖിറാത്ത് പ്രകാരം യാഉൽ മുതകല്ലിമിന് അവിടെ ഫത്ഹ കൊടുക്കുകയാണ്. ഈ വിഷയകമായി നമ്മുടെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വിശദീകരണം നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. അഥവാ എങ്ങനെയാണോ റിവായത്ത് വന്നത് അപ്രകാരം നാം പാരായണം ചെയ്യണം എന്നതാണ് അടിസ്ഥാനം. അപ്പോൾ ഇവിടെ ഫത്ഹ നൽകിക്കൊണ്ട് ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ എന്ന് ഓതണം. ലക്കും ദീനുക്കും വലിയ ദീൻ, അവിടെ വലിയ ദീൻ എന്നും ഖിറാത്തുള്ളതുപോലെ റബ്ബിൽ ആലമീൻ റായിന് തഫ്ഖീം കൊടുത്ത് തടിപ്പിക്കുക. സ്വരഭാരത്തോടെ റായിനെ ഉച്ചരിക്കണം. ഫത്തഖുല്ലാഹ വഅതീഊൻ, മേലെ 108-ാമത്തെ വചനം അത് തന്നെ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. ഫത്തഖുല്ലാഹ, ഖാഫിന് തഫ്ഖീം കൊടുക്കണം. നിസ്ബിയായ അഥവാ മൂന്നാമത്തെ ലെവലിലുള്ള തഫ്ഖീം ദമ്മായതുകൊണ്ട് ഇസ്തിഅലാന്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ് ഖാഫ്. ഫത്തഖൂ എന്നതിലെ വാവ് ഇൽതിഖാഉ സാക്കിനീൻ പരിഹരിക്കാൻ വേണ്ടി ഒഴിവാക്കുന്നു. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിനെ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. ഫത്തഖുല്ലാഹ വഅതീഊൻ, ത്വാഇന് ഏറ്റവും കുറഞ്ഞ തഫ്ഖീമാണ് നൽകുക കസ്റായതുകൊണ്ട്. വഅതീഊൻ. ഖാലൂ അനുഅ്മിനു ലക്, ഖാലൂ ഖാഫിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ്. ഖാലൂ, ഖാലൂ എന്നതിലെ വാവിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ വാവിനെ ദീർഘിപ്പിക്കുക.
അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ ഹംസ വരുന്നു. ഇതാണ് അതിനുള്ള കാരണം. അനുമിനു ലക, അവിടെ ഹംസയെ വ്യക്തമാക്കണം. അനൂമിനു എന്നൊന്നും ആയിപ്പോവരുത്. അനൂമിനു എന്ന് ദീർഘാക്ഷരവുമാവരുത്. അനുമിനു ലക, ഹംസക്ക് കടുപ്പം കൊടുക്കണം. ഷിദ്ദ എന്നത് അതിൻ്റെ സിഫത്താണ്. അനുമിനു ലക വത്തബഅകൽ അർദലൂൻ. അൽ അർദലൂൻ റാഇന് തഫ്ഖീം കൊടുക്കണം. സുക്കൂനും തൊട്ടുമുമ്പിൽ ഫത്ഹുമാണ്. ഇവിടെ നാം ഖാഫിനെയും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനെയും സൂചിപ്പിച്ചു. തഫ്ഖീം ചെയ്യണം. റാഇന് അൽ അർദലൂൻ എന്നതിൽ തഫ്ഖീം കൊടുക്കണം. ശേഷിക്കുന്ന എല്ലാ ഹർഫുകളും ഈ വചനത്തിൽ തർക്കീഖിൻ്റേതാണ്. ഇസ്തിഫാൽ എന്ന സിഫത്തുള്ള അക്ഷരങ്ങളാണ്. എന്നാൽ അത് നാം പ്രത്യേകം സൂചിപ്പിക്കുകയില്ല. തഫ്ഖീമിൻ്റേത് മാത്രമാണ് പ്രത്യേകം സൂചിപ്പിക്കുക. കാരണം അത്ര താരതമ്യേന അത് കുറവായതുകൊണ്ട്. വീണ്ടും ഖാല, ഇവിടെ ഖാഫിനും അലിഫിനും തഫ്ഖീമാണ്, നേരത്തെ സൂചിപ്പിച്ച പോലെ. വമാ ഇൽമി ബിമാ കാനൂ യഅമലൂൻ, പ്രത്യേകിച്ച് അഹ്കാമുകളൊന്നുമില്ല. എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്. ഖാല ഒഴിച്ച്, ഖാഫും അലിഫും ഒഴികെ ബാക്കി എല്ലാ അക്ഷരങ്ങൾക്കും ഹർഫുകൾ വ്യക്തമായി മഖ്റജിൽ നിന്ന് സിഫാത്തുകൾ നൽകി വ്യക്തമായി ഉച്ചരിക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം അത്ര തന്നെ ഉള്ളൂ. ഖാല വമാ ഇൽമി ബിമാ കാനൂ യഅമലൂൻ, അല്ലേ? എല്ലാ അലിഫുകളും തർക്കീഖിൻ്റെ. വമാ ബിമാ കാനൂ, ഇതിലൊക്കെ അലിഫുകളുണ്ട്. ആ അലിഫുകളൊക്കെയും ഖാല എന്ന പദത്തിലെ അലിഫിൽ നിന്നും വ്യത്യസ്തമാണ്. ഖാലയിലെ അലിഫ് തഫ്ഖീമിൻ്റേതാണെങ്കിൽ ബാക്കിയെല്ലാം തർക്കീഖിൻ്റേതാണ്. ഇൻ ഹിസാബുഹും ഇല്ലാ അലാ റബ്ബി, ഇൻ ഹിസാബുഹും സക്കിനത്ത് നൂനും ഹാവും ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഇൻ ഹിസാബുഹും, ഹിസാബുഹും ഇല്ല, അവിടെ സക്കിനത്ത് മീമും ശേഷം ഹംസയും ഇൽഹാർ ഷഫവി നൽകി മീമിനെ വെളിവാക്കണം, മണിക്കാതെ ഉച്ചരിക്കണം. റബ്ബി, റാഇന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം, തടിപ്പിക്കണം. ലൗ തശ്ഉറൂൻ, റാഇന് തഫ്ഖീം കൊടുക്കണം. വമാ അന ബിതാരിദിൽ മുഅ്മിനീൻ, വമാ അന, ഇതിലുള്ള അലിഫിന് മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. അന എന്ന പദത്തിലെ അലിഫ് വഖഫിൽ മാത്രം ഉണ്ടാകുന്നതാണ്. മുമ്പ് നാം മനസ്സിലാക്കിയ കാര്യമാണ്. അവിടെ ഒരാൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ വമാ അന എന്ന് ദീർഘിപ്പിച്ചുകൊണ്ട് അലിഫോടുകൂടി വഖഫ് ചെയ്യും. ചേർത്തോതുമ്പോൾ വമാ അന ബിതാരിദിൽ മുഅ്മിനീൻ, താരിദ്, ഈ പദത്തിൽ താഇനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരുന്നില്ല. ഇൻ അന, വീണ്ടും അന എന്ന പദം ആവർത്തിക്കുന്നു. ഇൻ അന സാക്കിൻ നൂനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. ഇൻ അന ഇല്ലാ നദീറും മുബീൻ, നദീറുൻ റായിന് തഫ്ഖീമാണ്. റായിൻ്റെ തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി ഉച്ചരിക്കേണ്ടതാണ്. നദീറും മുബീൻ, ശേഷം ഖാലു, ഖാഫിനും അലിഫിനും തഫ്ഖീം തടിപ്പിക്കുക. ലഇൻ ലം തൻതഹി, ഇവിടെ ലഇൻ എന്നതിൽ സക്കിനത്തായ നൂനുണ്ട്, ശേഷം ലാമുണ്ട്. ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകി നൂനിനെ പൂർണ്ണമായും ലാമിൽ ലയിപ്പിച്ച് ലാമിനെ മാത്രം ഉച്ചരിക്കണം. നൂൻ ഉച്ചാരണത്തിലുണ്ടാവുകയില്ല. ലഇൻ ലം, ഷദ്ദുള്ള ലാമാണ് ഉച്ചരിക്കുക. ലം തൻതഹി എന്നതിൽ സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. തൻതഹി എന്ന പദത്തിൽ സാക്കിനത്തായ നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. ശേഷം ത ആണ്. തൻതഹി എന്ന്
നൂനിനെ അവ്യക്തമാക്കി മണിക്കുക. യാ നൂഹു ലതകൂനന്ന ഷദ്ദുള്ള നൂനിനെ മണിക്കുക. നൂൻ മുഷദ്ദദ. മിനൽ മർജൂമീൻ. മിൻ എന്ന സുക്കൂൻ ഇൽത്തിഖാ സാക്കിനൈൻ പരിഹരിക്കാനായി ഫത്ഹായി മാറ്റപ്പെട്ടു. അൽ മർജൂമീൻ. റായിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. മിനൽ മർജൂമീൻ. മർ എന്നിങ്ങനെ റായിന് ഒരു വിറയൽ വരാതെ ശ്രദ്ധിക്കണം. ഒറ്റ തഫ്ഖീം ചെയ്യപ്പെടുന്ന റാ മാത്രം ഉച്ചരിക്കുക. അൽ മർജൂമീൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وما أسألكم عليه من أجر إن أجري إلا على رب العالمين فاتقوا الله وأطيعون. قالوا أنؤمن لك واتبعك الأرذلون. قال وما علمي بما كانوا يعملون إن حسابهم إلا على ربي لو تشعرون وما أنا بطارد المؤمنين إن أنا إلا نذير مبين. قالوا لئن لم تنته يا نوح لتكونن من المرجومين. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയുമായി സംസാരത്തിലേർപ്പെട്ടപ്പോൾ കഴിഞ്ഞ വചനത്തിൽ നാം മനസ്സിലാക്കുകയുണ്ടായി അവരോട് അള്ളാഹുവിനെ ഭയപ്പെടുവാനും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസരിക്കുവാനും ഉപദേശിക്കുകയാണ്. ഫത്തഖുല്ലാഹ വഅതിഊൻ. ശേഷം അദ്ദേഹം പറയുകയുണ്ടായി വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ. ഈ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഇതിൻ്റെ പേരിൽ ഇതിനു വേണ്ടി ഞാൻ നിങ്ങളോട് വല്ല കൂലിയും ചോദിക്കുന്നില്ല. ഇത് വല്ല ഭൗതിക നേട്ടവും ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നൊരു പണിയല്ല, മറിച്ച് അള്ളാഹു എന്നിൽ അർപ്പിച്ചിട്ടുള്ള ആ ദൗത്യ നിർവഹണം മാത്രമാണ് എന്നവരെ ബോധിപ്പിക്കുകയാണ്. വമാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി ഇതിനു വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ, മിൻ അജ്ർ കൂലി, ഒരു കൂലി. ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, എൻ്റെ കൂലിയാകട്ടെ അത് സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മേൽ മാത്രമാണ്. അവനാണ് എനിക്ക് കൂലി തരുന്നത്. വീണ്ടും അദ്ദേഹം അവരോട് ആവശ്യപ്പെടുന്നു ഫത്തഖുല്ലാഹ വഅതിഊനി. അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവീൻ. ഖാലു, അപ്പോൾ അവർ പറയുകയാണ് അനുഅ്മിനു ലക, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയോ, വത്തബഅകൽ അർദലൂൻ, നിന്നെ പിൻപറ്റിയവർ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ളവരാണ്. അർദലീങ്ങളാണ്, നീചന്മാർ, താഴ്ന്ന പടിയിലുള്ളവർ, താഴ്ന്ന ജാതിക്കാർ അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗക്കാർ. സൂറത്ത് ഹൂദിൽ അള്ളാഹു പറയുന്നുണ്ട് നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് فقال الملأ الذين كفروا من قومه ما نراك إلا بشرا مثلنا وما نراك اتبعك إلا الذين هم أراذلنا بادي الرأي وما نرى لكم من فضل بل نظنكم كاذبين എന്ന് പറയുന്നത്. അതായത് അവരിലെ മൂപ്പന്മാരായ ആ സമൂഹത്തിലെ തലയെടുപ്പുള്ള ആളുകൾ, അവിശ്വാസികളായ ആളുകൾ പറയുകയാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട്. നൂഹ് നബിയുടെ ചരിത്രം പറയുന്ന ആദ്യ ഭാഗത്തായിട്ട് ഏകദേശം ഒരു 27-ാമത്തെ വചനം നമുക്ക് കാണാം. മാ നറാക ഇല്ലാ ബശറൻ മിസ്ലന, നീ ഒരു ഞങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രം.
അതുകൊണ്ട് നിന്നെ പിൻപറ്റിയവരാകട്ടെ അത് സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള ആളുകൾ. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബഹുമതിയും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. വമാ നറാ ലക്കും അലൈനാ മിൻ ഫദ്ൽ ബൽ നദുന്നുക്കും കാദിബീൻ എന്ന് മാത്രമല്ല, നിങ്ങൾ കളവ് പറയുന്നവരാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് വരെ അവരോട് പ്രതികരിക്കുകയാണ്. എല്ലാ പ്രവാചകന്മാരുടെയും അവസ്ഥ അതായിരുന്നു. വിശ്വസിക്കുവാൻ തയ്യാറുള്ള വളരെ സമൂഹത്തിൽ വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ആളുകളൊക്കെ പലപ്പോഴും വിശ്വാസം ഉൾക്കൊണ്ട് അവരുടെ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ മനസ്സ് അവരെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രവാചകൻ്റെ കൂടെ കൂടുകയും ചെയ്യുന്നു. അവർക്ക് ഭൗതികമായ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമെന്ന യാതൊരു ഭയപ്പാടുമില്ലാത്ത വിധത്തിൽ ഇവിടെയും അത് തന്നെ. ഒമാ നറാ വത്തബഅകൽ അർദലൂൻ, നിന്നെ ഇതേ പ്രയോഗമാണ് അവിടെയും. അറാദിലുന, ഞങ്ങളിൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ളവർ നിന്നെ പിൻപറ്റിയിരിക്കുന്നു, അതാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെയും അത് തന്നെയാണ് അവർ പറയുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് നൽകുന്ന മറുപടി ഖാല വമാ ഇൽമി ബിമാ കാനൂ യഅമലൂൻ. ഈ പാവപ്പെട്ട വിശ്വാസികൾ അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് എനിക്കെന്തറിവ്? അവരുടെ അമല് അവർക്ക് ലഭിക്കും, അതിൻ്റെ അറിവ് അല്ലാഹുവിൻ്റെ അടുക്കലാണ്. ഖാല വമാ ഇൽമി, എൻ്റെ അറിവെന്താണ്? ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച്. ഇൻ ഹിസാബുഹും, അവരുടെ ഹിസാബല്ല. ഈ ഇന്ന് നഫീന് വേണ്ടിയുള്ള, നിഷേധത്തിന് വേണ്ടിയുള്ള. ഇൻ ഹിസാബുഹും, അവരുടെ കണക്ക് നോക്കൽ, അവരുടെ വിചാരണ, അവരുടെ ഹിസാബ് അല്ല തന്നെ. ഇല്ല അല റബ്ബി, അള്ളാഹുവിൻ്റെ മേലല്ലാതെ, എൻ്റെ രക്ഷിതാവിൻ്റെ മേൽ അല്ലാതെ എനിക്ക് അതിൽ യാതൊരു ബാധ്യതയുമില്ല. ലൗ തശ്ഉറൂൻ, നിങ്ങൾ ബോധവാന്മാരാവുകയായിരുന്നുവെങ്കിൽ. വമാ അന, ഞാനല്ലതാനും ബിതാരിദിൽ മുഅ്മിനീൻ, ഈ വിശ്വാസികളെ ആട്ടിക്കളയുന്നവർ. നിങ്ങളിപ്പോൾ വലിയ ആളുകൾ, സമൂഹത്തിൽ തലയെടുപ്പുള്ള മൂപ്പന്മാരായ ആളുകൾ, നിങ്ങളെനിക്ക് വിശ്വസിച്ച് എൻ്റെ കൂടെ കൂടണം എന്ന് ധരിച്ചുകൊണ്ട് ഇവരെ ഞാൻ അകറ്റണം എന്നൊന്നും ധരിക്കേണ്ടതില്ല, വിചാരിക്കേണ്ടതില്ല. അതൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നതല്ല. ഒമാ അന, ഞാനല്ലതാനും ബിതാരിദിൽ മുഅ്മിനീൻ, വിശ്വാസികളെ അകറ്റുന്നവനല്ല. ഇൻ അന, ഞാനല്ല തന്നെ, ഇല്ലാ നദീറും മുബീൻ, വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരനല്ലാതെ അല്ല. എന്ന് വെച്ചാൽ ഞാൻ വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. എനിക്ക് അത്രമാത്രമേ ബാധ്യതയുള്ളൂ. നിങ്ങളെ നിർബന്ധിച്ച് ഈ മതത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ, ഇത് വിശ്വസിപ്പിക്കുവാൻ എനിക്ക് യാതൊരു ബാധ്യതയുമില്ല. അവർ പറയാണ്, ഖാലു, അവർ പറഞ്ഞു, ലഇല്ലം തൻതഹി യാ നൂഹ്, നൂഹ, നീ ഇത് നിർത്തുന്നില്ലെങ്കിൽ, നീ ഇത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, ലതകൂനന്ന മിനൽ മർജൂമീൻ, നീ എറിഞ്ഞു കൊല്ലപ്പെടുന്നവരിൽ പെട്ടുപോകും. നിന്നെ നമ്മളെ എറിഞ്ഞു കൊല്ലും, നശിപ്പിക്കും, എറിഞ്ഞോടിക്കും, നിന്നെ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ ഇതൊന്ന് നിർത്തണം എന്നവരെ ശക്തമായി ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പ്രതികരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ മനസ്സിലാക്കാം.